നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയ്ക്ക് മേൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത്. ഒരു വശത്ത് രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പല രാജ്യങ്ങളും ശക്തമാക്കുമ്പോഴും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. മാത്രമല്ല, റാഫയ്ക്കു നേരെയുള്ള കരയാക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇതിനെതിരെ പല രാജ്യങ്ങളും കടുത്ത അമർഷവുമായി മുന്നോട്ട് വന്നിട്ടുമുണ്ട്. മാത്രമല്ല, സ്വന്തം സഹോദര രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക പോലും ഇപ്പോൾ ഇസ്രായേലിന്റെ പല നടപടികൾക്കെതിരെയും തിരിയുന്ന വാർത്തകളും നാം കണ്ടതാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നതും. അത്തരം കടുംപിടുത്തത്തിന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്. റമദാനിൽ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കരുത് എന്നാണ് ഇസ്രായേൽ മന്ത്രി ബെൻഗ്വിർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും പലസ്തീനികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രി ബെൻഗ്വിർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. റമദാനിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുതെന്ന് ബെൻഗ്വിർ ആവശ്യപ്പെട്ടു. ഇന്ന് ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സിനായ് പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളുകയും ചെയ്തു. റാഫയ്ക്ക് നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനാ പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ടാണ് ഈജിപ്ത് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈജിപ്തിന്റെ വടക്ക് ഗാസയോട് ചേർന്ന സിനാ പ്രവിശ്യയിൽ കൂറ്റൻ മതിലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇവിടെ 7 മീറ്റർ ഉയരത്തിൽ കൂറ്റൻ മതിൽ നിർമ്മാണം പൂർത്തിയായെന്നും ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു. പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി. അതേസമയം റാഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും അറിയിച്ചു. ഉചിത സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടുത്ത ആഴ്ചയോടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുൻപാകെ സൈന്യം റാഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കുമെന്നും ഇസ്രായേൽ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റാഫ ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന് താൻ കരുതുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഈജിപ്തും ഖത്തറും മുൻകൈയെടുത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാറിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. US സമ്മർദ്ദം മുൻനിർത്തി വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തങ്ങളുടേതായ മാർഗരേഖ ഉടൻ കൈമാറുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ഉപാധി അംഗീകരിച്ച് ആക്രമണം നിർത്താനോ ഗാസ വിടാനോ ഒരുക്കമല്ലെന്ന് നെതന്യാഹു ബൈഡനെ അറിയിച്ചിരുന്നു. വംശഹത്യാ ചട്ടങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കാനുള്ള ബാധ്യത വിസ്മരിക്കരുതെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര കോടതി ആവശ്യപ്പെട്ടു. 133 നാൾ നീണ്ട ഗാസ ആക്രമണത്തിൽ ഇസ്രായേൽ വംശഹത്യാ കുറ്റം തുടരുന്നതിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് കോടതി ഇടപെടൽ. പലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും.